എൻ്റെ എല്ലാ മാറ്റവർക്കാൻ്റെ വീട്ടിൽ ഒരിക്കലും സ്വാഗതം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചേട്ടാ നമുക്ക് നേരെ വീഡിയോ പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ദ സീക്രട്ടുള്ള കിടുക്കാത്തി ഗോസ്റ്റി ഗെയിം കാര്യങ്ങളാണ്. ചേട്ടാ ഇതൊരു ഡ്രീം പോലത്തെ ഒരു അടിപൊളി ഗോസ്റ്റി ഗെയിം കാര്യങ്ങളാണ്. ഞാൻ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് അങ്ങനെ ഇടാൻ വിചാരിക്കുന്നത്. കാരണം അത്ര നിന്നും കളിക്കാൻ പറ്റാത്തൊരു ഗെയിമും കാര്യങ്ങളാണ്. അടിപൊളി ഗെയിമും കാര്യങ്ങളാണ്. ഒരു 700 സംതിങ് MB കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വീഡിയോയിൽ പോവാം. പക്ഷേ നമ്മൾ ഇതെന്താണ്, ഇറ്റ് വാസ് എ ഡ്രീം. അവൻ പറഞ്ഞത് നമ്മൾ ഡ്രീമിലാണെന്ന് പറയുന്നത്. ഇറ്റ് വാസ് മീൻ ദ ക്ലാഷ് ഓൾ നൗ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ എത്രയോ പറയുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ അതൊക്കെ വായിക്കാണ്. നമ്മൾ വായിച്ചിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നത്. ട്രെയിൻ അടിച്ചിട്ടുണ്ട്. ഫുള്ള് മഞ്ഞാണ് വെച്ചാൽ. വേക്കപ്പ് വന്നിട്ട് അവിടെ അടിക്കാൻ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്തല്ലോ. പെട്ടെന്ന് ലൈക്കും വീഡിയോ കാണുന്നവർ എല്ലാവരും പുതിയൊരു കാണുന്ന വീഡിയോ പുതിയൊരു വീഡിയോ കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബും കാര്യമൊക്കെ ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കുന്നവർ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കാര്യങ്ങളിടാം. ഇങ്ങനത്തെ ഗോസ്റ്റി ഗെയിം വേണമെന്ന് നിങ്ങൾക്ക് പറയാൻ വെച്ചാൽ. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് വെച്ചാൽ. അപ്പോൾ നമ്മൾ എവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ് വാസ് എ റൂം ലുക്സ് ലൈക്ക് എ ഡോർ. ഇറ്റ് ഓപ്പണിങ് വിത്ത് 4 കീസും കാര്യങ്ങളാണ് വേണമെന്ന് പറഞ്ഞു. നമ്മൾ കണ്ണടച്ച് വേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ. നമുക്ക് വേക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ചെറിയ തണുപ്പും കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് ഐ ആം ലോക്ക്ഡ് അപ്പ് ഇൻസൈഡ് മൈ ഡ്രീം. ഞാൻ ലോക്കായി, ഞാൻ ഡ്രീമിൽ അകപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ സംവൺ ഈസ് ലീഡിങ് മീ, വേർ ആർ വി ഗോയിങ്? നീ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ചോദിക്കുന്നത്. മനസ്സിലായി. എവരിതിങ് സീംസ് ഫെമിലിയർ ടു മീ. ഫെമിലിയറായിട്ട് നടക്കുന്ന ഒന്നാണ് ടു മീ. മച്ചന്മാരെ അവൻ ഡ്രീമിലാണ്. ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അവൻ ഡ്രീമിലാണ് മച്ചന്മാരെ. പിന്നെ അതിൽ കുറേ കണ്ടുപിടിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ ജംസ്കെയറും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നത്. ദ കീസ് വേർ ഹെർ. ആ കീസ് എവിടെയാണ്? ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. നമുക്ക് കീസ് തേടണമെന്ന് തോന്നുന്നത്. അവിടെ കുറേ നോക്കുന്നുണ്ട്. ഈ ഡോർ ക്ലോസ്ഡ് ആണെന്ന് വെച്ചാൽ ഇതിലെല്ലാം ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ തൊടാൻ പോയാൽ ഈ ടൈപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. മറ്റേ ഒരു ഭൂതക്കാട് വെച്ചിട്ട് ഇങ്ങനെ നോക്കണം. ആ ടൈപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മച്ചാൽ ഈ ഗെയിമിൽ. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയുന്നത്. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട് ഓഫ് 5 എത്ര കൊടുക്കും? മച്ചാൽ നമ്മൾ സബ്സ്ക്രൈബ് വെച്ചാൽ റോ ടു 100 സബും കാര്യങ്ങൾക്കാണ്. നമുക്ക് 74 സബും കാര്യങ്ങളായിട്ടുള്ളൂ. റോ ടു വേഗം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടിച്ച് പൊട്ടിച്ചേക്കും വെച്ചാൽ. റോ ടു 100 സബും കാര്യങ്ങളാണ്. പിന്നെ ഈ വീഡിയോ 35 ലൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു ഗോസ്റ്റി ഗെയിമും കാര്യങ്ങളായിട്ട് വരും. പക്ഷേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ. ഇവിടെ വയറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ലെറ്റർ തോന്നുന്നു വെച്ചാൽ. നമുക്ക് ആ ലെറ്റർ തുറന്നു നോക്കാം. ആ ലെറ്റർ എന്തൊക്കെ ഉണ്ടാവും. യു ക്യാൻ ഫീൽ ദ ലുക്ക് ബട്ട് യു ക്യാൻ സീ ഇൻസൈഡ്. എന്തോ പറഞ്ഞിട്ട് പോയി. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ അത് നിനക്ക് കാണാൻ പറ്റുന്നില്ല ഉള്ളിൽ. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ മച്ചാറെ ഇവിടെ ഒരു എലിവേറ്റർ ഉണ്ട്. എലിവേറ്റർ റൂമാണ് മച്ചാറെ. എലിവേറ്റർ റൂമിൽ നമുക്ക് കയറുന്നുണ്ട്. അവിടെ വേറെ സ്ഥലമൊന്നുമില്ല. പിന്നെ ഇതൊരു കോഡാണ് തോന്നുന്നു. ഒരു 11ൻ്റെ ഒരു കോഡാണ്. ഒരു പൈപ്പ് തോന്നുന്നത്. ഒരു 20ൻ്റെ ഒരു കോഡ് കാണുന്നുണ്ട്. ഇതെല്ലാം ഓർമ്മിച്ച് വെക്കാൻ വെച്ചാൽ ഞാൻ ഒന്ന് സ്ക്രീൻഷോട്ട് കൊടുത്തത്. നമ്മൾ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ചില പേടി ആവശ്യം വരാൻ പറയാനില്ല. ഇവിടെ ഒരു വയറുണ്ട്. ഇവിടെ ഒരു സ്കൂളാണ് തോന്നുന്നു മനുഷ്യന്മാരെ. ഇവിടെ ഒരു സ്കൂൾ കാണുന്നുണ്ട്. സ്കൂളല്ല, ക്ലാസ്. ഇതൊരു സ്കൂളാണ് തോന്നുന്നു. ഒരു ക്ലാസ് ട്രെയിനിങ് നമ്മൾ സ്കൂളിലേക്ക് ആരെ കൂട്ടാം അങ്ങനെ എന്താണെന്നാണ് തോന്നുന്നു. ഇവിടെ പ്രേതം നിർത്താനായിട്ട് വന്നിട്ടില്ല. ജംസ്കെയറൊന്നും വന്നില്ല. ഇതെന്താ ഇവിടെ ഒരു കോൾ അടിക്കാനുള്ള സ്ഥലമാണ് തോന്നുന്നത്. ഇതുണ്ട് ഇവിടെ കണ്ട. അതുകൊണ്ട് ഈ ഭൂതൊക്കെ കണ്ടിട്ട് ഇത് ടച്ചറൊക്കെ ഇഷ്ടപ്പെട്ടത്ര. പിന്നെ ഇതെന്തിനാന്ന് വെറുതെ നമുക്ക് പഠിപ്പിച്ചത് നമ്മളത്തെ കളി. പിന്നെ മച്ചാന്മാരെ ഇതാണ് ഇവിടെ എന്തോ കാണുന്നുണ്ട്. വെരി സ്മാൾ പ്രിൻറ്റിലോട്ട് പിന്നെ ഫോത്താച്ചി പോലത്തെ പ്രിൻറ്റിലെടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റിയിരിക്കും, പക്ഷേ ഞാൻ അതുവരെ കണ്ടില്ല. പിന്നെ മച്ചന്മാർ അവിടെ ഒരു ബുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇതെന്തിനാ ഇങ്ങനെ നോക്കുന്നത് നമുക്കറിയില്ല. ഇതിങ്ങനെ എന്തിനാണ് നോക്കുന്നത് അറിയില്ല. ക്ലോസ്ഡ് എന്ന് പറയുന്നത്. പിന്നെ വെച്ചാൽ അതെന്താ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് മറ്റേ ഒരു ഇത് ചെയ്യുന്ന പോലെ, പാസ്വേഡ് ചെയ്യുന്ന പോലെ ആ ബോർഡിലുള്ളത്. ആ പാസ്വേഡ് ചെയ്യണം. കുറച്ച് ബഹളും കാര്യങ്ങളുണ്ട്. ഞാൻ ചെയ്യണം. അപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എന്നാൽ പൊട്ടിപ്പൊളിഞ്ഞിട്ട്. പിന്നെ ഇവിടെ സ്ഥലമുണ്ട് മച്ചന്മാരെ. പിന്നെ ഒരു ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ബസ്സാ ട്രക്കാണ് പോകുന്നത്. ഒരു ടെഡി ബെയർ ഉണ്ടോ? USC ദ ഡോൾ. മച്ചന്മാരെ നമ്മൾ സൗണ്ടും കാര്യമൊക്കെ നല്ല കൂടുതലാക്കിയിട്ടുണ്ട്. ഇവിടെ ഇതെന്താ മച്ചന്മാരെ നമ്മൾ പറഞ്ഞില്ലേ അങ്ങനെ ആക്കണത്. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കേണ്ട ഒരു കോഡാണത്. ആ കോഡ് അടിച്ചിട്ട് എന്താണെന്ന് ആവുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ആ കോഡ് നമ്മൾ അടിച്ചെടുക്കണം എന്തായാലും അവിടെ പോയിട്ട്. ഇപ്പോൾ നമുക്കതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്.
പിന്നെ അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ സംഭവം ഇത് വേറെ എന്താ ലോക്കാണ് തോന്നുന്നത് വെച്ചാൽ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ആക്കുമ്പോൾ ഇങ്ങനത്തെ ഗെയിംസ് ഉണ്ട് കളിച്ചിട്ടേ ഇങ്ങനെ ആക്കുമ്പോൾ അതൊന്ന് പൊന്തി വരുന്നത് അങ്ങനത്തെ എന്താണല്ലോ അത് ലോക്കാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഭൂതത്തിനെ പോലെ യു മാൻ നമ്മൾ അടുത്ത് പോകുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു സിനിമ ടിക്കറ്റ് അതാണ് നമുക്ക് തോന്നുന്നു. അയാളെന്തോ ഒരു മാജിക് ഷോ അങ്ങനത്തെ എന്താണെന്ന് തോന്നുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് മീ. എന്നെ ഡിസ്റ്റർബ് ചെയ്തെന്ന് അവൻ പറഞ്ഞത്. അത് നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് പറഞ്ഞത്. ചിലപ്പോൾ വേറൊരു ക്യാമറ പോലെ സാധനം കാണില്ല. ഞാൻ തൊട്ടക്കുമ്പോൾ ഇവിടെ ആൾക്കാരുണ്ടെന്നാണ് കാണിക്കുന്നത്. പ്രേതം തോന്നുന്നത്, ഗോസ്റ്റ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് ഈ റേഡിയോ പോലെ സാധനം. പിന്നെ ഇതാ ഇവിടെയാണ് കാണിക്കുന്നത്. ഇവിടെ വെച്ചാൽ എന്താണെന്ന് അറിയില്ല. ഇപ്പം ആ കോഡ് കണ്ടിട്ടുണ്ട്. കോഡ് നമുക്കിനി അവിടെ പോയിട്ട് എന്താ നമുക്ക് നോക്കാം. ക്ലാസ് റൂം പോലെ സ്ഥലമാണ് വേണ്ടത്. അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പം നമുക്ക് അവിടെ പോവാം. ഡയറക്റ്റായിട്ട് അവിടെ പോയിട്ടുണ്ടോ വെച്ചാൽ വരെ. അപ്പോൾ അവിടെ പോയിട്ടുണ്ട്. ആ ഫോട്ടോ എന്തെങ്കിലും അയാളെല്ലാം കാണിക്കുന്നുണ്ട്. നല്ല കളിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അയാളൊക്കെ നമ്മൾ റിമൂവ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ അടിച്ചു പോകുന്നത്. നമ്മൾ അത് കറക്റ്റായിട്ടുണ്ട് വെച്ചാൽ നമ്മൾ അടിച്ച പോലെ തന്നെ കോഡുള്ള പോലെ തന്നെ നമ്മൾ അടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തോന്നുന്നു ഏതെങ്കിലും സ്ഥലം ഓപ്പൺ ആയില്ല. അതാണ് നമുക്ക് കാണിച്ചു തരുന്നു തോന്നുന്നത്. ഇതിപ്പോൾ നമ്മൾ പുറത്താണ്. ഇതുകൊണ്ടാണെന്ന് വെച്ചാൽ ലെഫ്റ്റിൽ കഴിഞ്ഞിട്ട് ആ റോഡിലാണ് ഈ സാധനം ഉള്ളത് വെച്ചാൽ. അപ്പോൾ ആ റോഡിൽ പോകണം. ആ റോഡിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ആ സ്ഥലത്ത് പോകണം. ആ സ്ഥലത്ത് പോയിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും അത് തുറക്കണം മച്ചാനെ. നമ്മളത് തുറക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുറന്നപ്പോൾ ഒരു കീയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു കീയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കീയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈടെ ആ കീ ഇടാൻ പറ്റുമോ നോക്കാം. പക്ഷേ ആ കീ ഇടാൻ പറ്റില്ല. ഇത് എത്ര സ്ഥലം എന്തെന്തോ പറയുന്നുണ്ട്. പക്ഷേ ആ കീ ഇടാൻ പറ്റുന്നില്ല. പിന്നെ വേറൊരു സ്ഥലവും കാണിച്ചു വെച്ചാൽ ഒരു തീപ്പെട്ടിയുള്ള സ്ഥലം മാത്രമേ. അത് ആ ഗോസിൻ്റെ ബാക്കിലുള്ള റൂമിലാണ് വെച്ചാൽ. അപ്പം നമ്മളത്തിലുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഒരു കീ കിട്ടിയിട്ടുണ്ട്. ആ കീ നമുക്ക് എവിടെയെങ്കിലും പോയി തുറക്കളായിരിക്കും. നമുക്കിപ്പോൾ മുമ്പിൽ പോകാൻ വെച്ചാൽ ഇത് ഈടെ എവിടെയെങ്കിലും പോയി തുറക്കേണ്ടതായിരിക്കുമോ. നമുക്ക് അറിയുന്ന ഈടെ എവിടെയായിരിക്കും. ഈ ഡോറാറ്റാണെന്ന് നോക്കാം വെച്ചാൽ. വെച്ചാൽ കറക്റ്റാണ് വെച്ചാൽ. നമുക്ക് ഈ ഡോറിലാണ് നമുക്ക് ഈ കീയും കാര്യം ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ അപ്പോൾ വെച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ തുറന്നിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇത് നമുക്ക് തോന്നുന്ന ഒരാളെ റൂമും കാര്യങ്ങളൊക്കെ ആണ് തോന്നുന്നത്. കുറച്ച് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെച്ചാൽ അവർ പറഞ്ഞൊരു ക്ലോത്ത് തൂക്കി വെക്കാനാണ്. അപ്പോൾ ക്ലോത്ത് തൂക്കി വെച്ചപ്പോൾ ആ 11 പൊന്തി ഇങ്ങനെ തള്ളി വന്ന് അപ്പോൾ നമുക്ക് അവിടെ ഒരു കാളയുള്ള സ്ഥലമുണ്ട് വെച്ചാൽ. ഡിയോവാൻ ക്ലാൾ അങ്ങനെ എന്താ പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ. ആ കാളയും കയ്യില്ലാന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം വെച്ചാൽ പറ്റും. ആ സാധനം ഞാൻ എവിടെ കണ്ടത് 11ൻ്റെ ഇവിടെ തോന്നുന്നത്. അവിടെ റേഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വയറുണ്ട്. ചിലപ്പോൾ നമ്മളിത് എടുത്തിട്ടുണ്ട്. ഈ 11 ഒരു കോള തോന്നുന്നില്ല. ഏടെയും കൊണ്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ ആ ഡോർ തുറക്കാം അങ്ങനത്തെ ടൈപ്പാണ് തോന്നുന്നത്. പക്ഷേ പിന്നെ ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ സംഭവം മനസ്സിലായി. ഇത് തേച്ച് വെച്ചാൽ എന്താണെന്ന് അറിയാം. ഇത് ടോയ്ലറ്റാണ് മനസ്സിലായി. സ്കൂളിൽ പോകാൻ തോന്നുന്നു. നമുക്ക് ഒരു പ്രിൻസിപ്പളിൻ്റെ സ്ഥലം ഒരു സ്കൂളാണ് തോന്നുന്നത്. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഗെയിം അത്യാവശ്യം കുഴപ്പമില്ല. ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അടിപൊളിയായിട്ടുള്ളൊരു ഗെയിമും കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു വയറ് പോകുന്നതാണെന്ന്. നമ്മൾ കുറേ നേരം ഈ വയറ് പോകുന്നതാണെന്ന്. ഇവിടെ ശബ്ദം കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു ശബ്ദം കേട്ടു. എന്തോ ഒരു ഗോസ്റ്റ് വരുന്ന ശബ്ദം കാര്യങ്ങളൊക്കെ കേട്ട്. ഇതാ മച്ചാൽ ഡോണ്ട് വാണ്ട് കാൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ആ കാളയാണെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മച്ചാൽ ഇവിടെ ഒരു വയറുണ്ട്. ഈ വയറിൻ്റെ ബാക്കിൽ പോയാലോ നോക്കാം. എന്തെങ്കിലും കിട്ടുമായിരിക്കും. നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ എവിടെ പോയാലും എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഇപ്പോൾ നമുക്ക് ആ വയറിൻ്റെ ബാക്കിൽ പോയാലും മുമ്പ് മച്ചന്മാരെ നമുക്ക് ഇവിടെ ഒന്നും കൂടി ഇവിടെ ഒന്ന് തുറന്ന് നോക്കാം. പറ്റുന്നില്ല. ചിലപ്പോൾ നമ്മൾ വയറിനോടെ പോയിട്ടുണ്ട്. വയറിനോടെ പോയിട്ട് ഈ കുട്ടികളുടെ ഇതിൻ്റെ ഉള്ളിലെല്ലാം പോകുന്നത്. ബെഞ്ചിൻ്റെ അടിയിലെല്ലാം പോയി എവിടെയോ പോകുന്നു. ഇതാ മച്ചാൽ ഇതെന്താ ഇന്ത്യൻ്റെ മാപ്പാറ്റ, ഭൂഖണ്ഡത്തിൻ്റെ മാപ്പാറ്റ. ബാക്കിൽ നോക്കാൻ മച്ചന്മാരെ ഒരു ബോർഡാണ് തോന്നുന്നു. ആ ബോർഡിൻ്റെ ബാക്കിൽ ഒരു കോഡ് ഇരിക്കുന്നു. എന്താണ് 862016 മച്ചന്മാരെ ഒന്ന് ഓർമ്മിച്ചേക്ക്. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. 862016 കാലക്കാണ് അത്. ആ കോഡ് എവിടെയെങ്കിലും എന്തായാലും യൂസ് വരും. കോഡ് വെച്ചാൽ എവിടെയാറ്റും യൂസ് വരും. ഇപ്പോൾ കോഡ് നമ്മൾ എന്തായാലും വിട്ട് കാണരുത്. ഇങ്ങനത്തെ ഗോസ്റ്റ് ഗെയിംസിലെല്ലാം എന്തായാലും കോഡ് ഉണ്ടാവും. അപ്പോൾ കോഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് കോൾ ചെയ്യാനാണെന്ന് വെച്ചാൽ വരെ. ഞാൻ കോൾ ചെയ്യാനാണെന്ന് വിചാരിച്ചത്. നമുക്കിപ്പോൾ കോൾ ചെയ്യാനല്ല, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് വിചാരിച്ചത് വെച്ചാൽ വരെ. അപ്പോൾ അതല്ല, അപ്പോൾ കോൾ ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ അതല്ല വെച്ചാൽ വരെ
അപ്പോൾ ഇവിടെ റേഡിയോൻ്റെ ശബ്ദം നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റേഡിയോ കാര്യങ്ങളൊക്കെ അത് അടിച്ചു വെച്ചിട്ടുണ്ട്, പൂട്ടിയിട്ടുണ്ട്. റേഡിയോൻ്റെ കയറേന്നൊരു അച്ഛൻ ഉണ്ടായിരുന്നു സാർ. അപ്പോൾ അത് ആ ഒരു ടെൻഷൻ തീർത്തിട്ടുണ്ട്. പിന്നെ ഈടൊന്നും ഉണ്ടായിട്ടില്ല സാർ. ഈ ടോയ്ലറ്റ് കയറേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു സാധനം കൂടെ കിട്ടിയില്ല, ഒരു എന്തെങ്കിലും കിട്ടണ്ട സാർ. അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. അവർ പറഞ്ഞാൽ തന്നെ നമുക്ക് മറ്റേ തീപ്പെട്ടിൻ്റെ സ്ഥലത്ത് പോവാം. ഗോസ്റ്റിൻ്റെ ഗോസ്റ്റാണോ അറിയുന്നില്ല, ഗോസ്റ്റാണ് തോന്നുന്നു. അയാളുടെ ബാക്കിലൊരു സ്ഥലമുണ്ട്. ഗോസ്റ്റിൻ്റെ ബാക്കിൽ ഗോസ്റ്റ് ഒരു മനുഷ്യനാണെന്ന് അറിയില്ല, ഒരു മനുഷ്യൻ വേഷം, പക്ഷെ നമുക്കൊന്നും അറിയില്ല. അവിടെ ഒരു ഡോളുണ്ട്. ഇപ്പൊക്കെ എന്തായാലും ആ ഗോസ്റ്റിൻ്റെ ബാക്കിൽ കയറി പോവാം. സ്റ്റേജാണ്, സ്റ്റേഡിയത്തിൻ്റെ ബാക്കിൽ കയറി പോവാം. സ്റ്റേജിൻ്റെ ഒരു ഷോ. അപ്പോൾ ആ സ്ഥലത്ത് പോകണമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ സ്റ്റേജിൻ്റെ ബാക്കിൽ കയറിച്ചിട്ടുണ്ട്. ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അപ്പോൾ കട്ടായിട്ട് നമ്മൾ വോയിസ് ആക്കിയത് നമുക്ക് എന്താ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ സാധനം. അപ്പോൾ 3 വലിയിട്ടുണ്ട്. ഇതാക്കുമ്പോൾ ഒന്നും കൂടി മേളിൽ നിന്ന് പൊന്നി വന്ന്, പിന്നെ വേറെ ഉണ്ടാവും ഒന്ന് ഇങ്ങോട്ടും കൂടി ആക്കുമ്പോൾ 2 പൊന്നി വന്നു. ഒന്ന് പോയി, അത് പോയി, 2 വന്ന്. അപ്പോൾ സൈഡിലാക്കുമ്പോൾ 20% കാര്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗം വീഡിയോ കാര്യങ്ങൾ നിർത്തണം, ചാർജിങ് കാര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ആക്കുമ്പോൾ ഇതാണ് എന്താ സംഭവം മനസ്സിലാകില്ല. ഇപ്പോൾ ഏതാക്കിയാലും ഏതാവാന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇതാക്കുമ്പോൾ ഇതായി, ഇനി എന്താ സംഭവിക്കുന്നത്. അപ്പം മറ്റേ അത് മറ്റേത് മേളത്തെ എല്ലാം ആക്കിയപ്പോൾ എല്ലാം പോയി. ചിലപ്പോൾ അത് ആ ഡോർ കാര്യം തുറന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ സെക്കൻഡ് പാർട്ട് ഇടണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിർത്താൻ പോകണം വെച്ചാൽ. എന്തായാലും സെക്കൻഡ് അടിപൊളിയുടെ ഗെയിമും കാര്യമൊക്കെ നമുക്ക് സെക്കൻഡ് പാർട്ടും കാര്യമൊക്കെ ചെയ്യാം. അയാൾ കാണുന്നില്ല വെച്ചാൽ, അയാൾ കാണുന്നില്ല, അയാൾ പോയി തോന്നുന്നു. അയാൾ കാൽപ്പാടം മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാം. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നും കൂടി നോക്കാം വെച്ചാൽ ഇവരെന്താണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഗോസ്റ്റ് കാണുന്നത് അയാൾ ഗോസ്റ്റാണ്. പിന്നെ അയാൾ ഗോസ്റ്റ് തന്നെ കാണുന്നത് കളി. പക്ഷെ നമുക്ക് കണ്ണോട് കാണാൻ കഴിയില്ല, ആ ക്യാമറേനെ കൊണ്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിനെ കൊണ്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ചില കുറച്ച് ബഹളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നേരെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഇതിൽ കയറിയിട്ടുണ്ട്. ഈ അവിടെ ഇതിൽ കയറിയിട്ടുണ്ട് വെച്ചാൽ. അപ്പോൾ അതിൽ നമ്മൾ ഒരു എന്തോ കാണുന്നുണ്ട്, 2-3 കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. ഐ ഡോണ്ട് നൗ അങ്ങനെ എന്തോ. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം. അപ്പോൾ ലവ് യു ആൾ, ടേക്ക് കെയർ.